റാം കെയർ ഓഫ് ആനന്ദ് എന്ന നോവലിന്റെ 11ാം ഭാഗം. മല്ലി. റാം അവരുടെ പേര് സ്വയം മനസ്സിലാക്കിയ രീതിയിൽ സ്വയം പറഞ്ഞു. അവൻ അന്തമാതിരി പയ്യൻ കിടയാത്. അത് പറഞ്ഞുകൊണ്ട് മല്ലി നിലത്തു നിന്നും എഴുന്നേറ്റ് റാമിനരികിലേക്ക് നടന്നു ചെന്നു. എന്നാ വേണം? അവർ കടുപ്പത്തിൽ ചോദിച്ചു. അടിയേ മല്ലി, ரொம்ப നല്ല പയ്യൻ, അപ്പടിയൊന്നും പേസിടാതെ. വീണ്ടും പിന്നിൽ നിന്നും തടിച്ച ഹിജറയുടെ കമന്റ് കേട്ടു. ഒപ്പം ബാക്കിയുള്ളവരുടെ പൊട്ടിച്ചിരിയും. വാങ്കെ. മല്ലി റാമിനെ വിളിച്ചുകൊണ്ട് അല്പം കൂടി മാറി നിന്നു. എന്തിനാ എന്നെ തേടി വന്നത്? അവൾ ചോദിച്ചു. ഞാൻ നിങ്ങളെ എന്താണ് വിളിക്കേണ്ടത്? റാം തിരിച്ചു ചോദിച്ചു. അത് ചോദിക്കാനാണോ നീ വന്നത്? അല്ല, ഇന്നലെ എനിക്ക് എന്ന ടിന്നിൽ എന്റെ കയ്യിൽ നിന്നും എടുത്ത പണത്തിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. അതെന്തിനാ? അതിലൊരു പേപ്പറിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. എനിക്ക് തമിഴ് എഴുതാനും വായിക്കാനും അറിയില്ല. ഐ ആം ഫ്രം കേരള. റാം അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത മട്ടിൽ പറഞ്ഞു. അത് നിന്റെ സെന്തമിഴ് കേട്ടപ്പോഴേ മനസ്സിലായി. മല്ലി പറഞ്ഞത് കേട്ട് റാം ഒന്ന് ചിരിച്ചു. എത്ര വയസ്സുണ്ട് നിനക്ക്? അവൻ ചോദിച്ചു. അറിഞ്ഞിട്ട് എന്തിനാണ്? എങ്കിലും പറ പ്ലീസ്. മല്ലി ഒരു നിമിഷം ചിന്തിച്ചു. ശേഷം മറുപടി പറഞ്ഞു. 23. ആഹാ, അപ്പോൾ നമ്മൾ സെയിം ഏജ് ആണല്ലോ. ഞാൻ ഓർത്തത് നീ എന്നേക്കാൾ മൂത്തതാകുമെന്ന. അതിന് മല്ലി മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം അവനെ ശ്രദ്ധിക്കാതെ ദൂരേക്ക് നോക്കിയിരുന്നു. നിന്നെ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്തത് നീ ശരിക്കും ഒരു പെണ്ണ് തന്നെയാണെന്ന. അതിനും മല്ലി മറുപടി പറയാതെ നിന്നു. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അവൾ മുൻപത്തെ പോലെ പൊട്ടിത്തെറിച്ചാലോ എന്നോർത്തുകൊണ്ട് റാം ബാഗ് തുറന്ന് റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റിയ രീതിയിൽ വച്ചിരുന്ന മല്ലി കൊടുത്ത പണം എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. എനിക്കിത് വേണ്ട, അവൻ പറഞ്ഞു. ഞാനത് നിനക്ക് ഷർട്ട് വാങ്ങാൻ വേണ്ടി തന്നതാ. അവൾ പണത്തിലേക്ക് ഒരു നോട്ടം നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കെന്തിനാ നിങ്ങൾ ഷർട്ട് വാങ്ങി തരുന്നത്? ഞാനല്ലേ നിന്റെ ഷർട്ട് കയറിയത്. അപ്പോൾ ഞാനാണ് അതിന്റെ നഷ്ടം നികത്തേണ്ടത്. ഓഹോ, എങ്കിൽ ഈ പൈസക്ക് പീറ്റർ ഇംഗ്ലണ്ടിന്റെ ഷർട്ട് എവിടെ കിട്ടുമെന്ന് കൂടി പറ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ആ ഒരു ചോദ്യത്തിൽ അവളൊന്ന് പതറിപ്പോയി. ഓ, ഷർട്ടിന് അത്രയും കാശ് പോരല്ലേ? അത് പറഞ്ഞിട്ട് അവൾ ഇടുപ്പിലായി കുത്തിവെച്ചിരുന്ന പണം സൂക്ഷിക്കുന്ന സാരത്തുമ്മിന്റെ കെട്ടഴിക്കാൻ തുടങ്ങി. വേണ്ട വേണ്ട, നീ എന്റെ കൂടെ വന്ന് ഷർട്ട് വാങ്ങിത്തരണം. പണം നീ നേരിട്ടങ്ങ് കൊടുത്താൽ മതി. ഇവിടെ ടി നഗറിൽ നല്ല കടകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പോയേക്കാം. റാം പറഞ്ഞത് കേട്ട് മല്ലി ഞെട്ടലോടെ അവനെ നോക്കി. ഞാൻ നിന്റെ ഒപ്പം കടയിൽ വന്ന് നിനക്കുള്ള ഷർട്ട് വാങ്ങാനോ? അതെ. എന്തേ? ഫ്രീ ആണെങ്കിൽ മതി. ഇല്ലെങ്കിൽ മറ്റൊരു ദിവസം. അതിന് മറുപടി പറയാതെ മല്ലി തിരിഞ്ഞ് തന്റെ കൂട്ടുകാരെ നോക്കി. അവർ 12 പേരും അവരിരുവരെയും നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ടി നഗർ വഴി പോകുന്ന ഒരു ട്രെയിൻ സാവധാനത്തിൽ വന്ന് നിന്നു. ഞാൻ ഇപ്പോൾ വരാം. അത് പറഞ്ഞിട്ട് മല്ലി കൂട്ടുകാർക്കരികിലേക്ക് വേഗത്തിൽ നടന്നുപോയി. എന്നിട്ട് അവനോടൊപ്പം ടി നഗറിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ അതിലേക്ക് തന്നെ ധൃതിയിൽ തിരികെ വന്നു. വാ പോകാം. പുറപ്പെടാൻ കിടക്കുന്ന ട്രെയിനിലേക്ക് നോക്കി അവൾ പറഞ്ഞു. ഓയ് പയ്യ, നിന്റെ പേരെന്താ? മല്ലിയും റാമും ട്രെയിനിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ബെഞ്ചിലിരുന്ന് തടിച്ച ഹിജട ഉറക്കെ വിളിച്ചു ചോദിച്ചു. റാം. അവൻ ട്രെയിനിലേക്ക് ഒരു ചുവട് വച്ച ശേഷം തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവർ അവനെ നോക്കിപ്പോ ഒന്ന് പുഞ്ചിരിച്ചു. മല്ലി എന്നു പേരുള്ള അവരെ തനിക്കൊപ്പം വിളിക്കുമ്പോൾ എന്താണ് തന്റെ മനസ്സിലെന്ന് റാമിന് പോലും തിട്ടമുണ്ടായിരുന്നില്ല. ഒരു ഹിജറയുടെ ഒപ്പം നടക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നും ശ്രദ്ധിക്കുമെന്നുമൊക്കെ അവൻ ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും ഒരു നിമിഷം അവൻ അതെല്ലാം മറന്ന് അവളെ തനിക്കൊപ്പം കൂട്ടി. ഗിണ്ടിയിലെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള നിർത്തിയിടലിന് ശേഷം ട്രെയിൻ വീണ്ടും മുന്നോട്ട് ഓടി തുടങ്ങി. മല്ലിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം താൻ ഒരു ലക്ഷ്യം വെച്ച് ട്രെയിനിൽ സഞ്ചരിക്കുന്നത് പോലെ തോന്നി. ട്രെയിൻ മാമ്പഴം സ്റ്റേഷനിൽ എത്തിയതും സ്റ്റേഷന്റെ തൊട്ടരികിലുള്ള ചെന്നൈയിലെ ഏറ്റവും തിരക്കേറിയ തെരുവുകളിലൊന്നായ ടി നഗറിലേക്ക് അവരിരുവരും പരസ്പരം ഒന്നും സംസാരിക്കാതെ നടന്നു. ടി നഗറിൽ 200ഓളം കടകളുണ്ടായിരുന്നു. തിരക്കുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ മല്ലി ഇടയ്ക്കിടെ റാം ഒപ്പം തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു. ഇവിടെ വെച്ച് ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. താൻ ഇടയ്ക്കിടെ അവനെ നോക്കുന്നത് അവൻ കണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ മല്ലി പറഞ്ഞു. നിനക്ക് ആരെങ്കിലും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അവൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ മല്ലി ഒന്ന് നിന്നതിന് ശേഷം വീണ്ടും നടത്തം ആരംഭിച്ചു. ആ കടയിൽ കയറാം. സാമാന്യം തെറ്റില്ലാത്ത ഒരു കട കണ്ടതും റാം പറഞ്ഞു. അഭിപ്രായമൊന്നുമില്ലാത്ത രീതിയിൽ മല്ലി അവനെ അനുഗമിച്ചു. കടയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. റാമും മല്ലിയും കൂടി കടയ്ക്കുള്ളിലേക്ക് ചെന്നപ്പോൾ കടയിൽ ജോലിക്ക് നിന്നിരുന്നവർ ഉൾപ്പെടെ തുണി വാങ്ങാൻ വന്നവരൊക്കെയും അവരിരുവരെയും നോക്കി ഓരോ സ്വകാര്യങ്ങൾ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആളുകൾ ഒത്തുകൂടുന്ന അവരുടെ ഇടങ്ങളിലേക്ക് ചെന്നപ്പോൾ ഒരു ദുർബലയായി മാറിയതുപോലെ മല്ലിക്ക് തോന്നി. അവൾ ആരെയും നോക്കാതെ റാമിന്റെ മറപറ്റി നിന്നു. റാമും അവളുടെ ശൗര്യം ചോർന്നു പോയത് തിരിച്ചറിഞ്ഞു. ഷർട്ടിന്റെ സെക്ഷൻ ചോദിച്ച് മനസ്സിലാക്കി അവൻ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി. കടയിൽ ജോലിക്ക് നിൽക്കുന്ന യുവാക്കളിൽ ഒരാൾ ഓരോരോ ഷർട്ടുകൾ അവർക്ക് കാണിച്ചു കൊടുത്തു. റാമിന്റെ കീറിപ്പോയ അതേ മോഡൽ ഷർട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ഇണങ്ങുന്ന മറ്റൊരു ഷർട്ട് തിരഞ്ഞെടുക്കുവാൻ മല്ലിയോട് അവൻ ആവശ്യപ്പെട്ടു. അതോടെ ആ ഒരു ഷർട്ട് പ്രശ്നം അവസാനിക്കട്ടെ എന്ന് കരുതി മല്ലി എതിരഭിപ്രായം ഒന്നും പറയാതെ ഷർട്ട് തിരഞ്ഞെടുക്കുവാൻ അവനെ സഹായിച്ചു. കൂട്ടത്തിൽ കറുപ്പിൽ വെളുത്ത ചെക്കുകളുള്ള ഒരു ഷർട്ട് മല്ലിക്ക് റാമിനും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അത് പായ്ക്ക് ചെയ്യാൻ കൊടുത്ത ശേഷം സാരികളുടെ സെക്ഷനിലേക്ക് മല്ലിയെയും കൂട്ടി അവൻ പോയി.
എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കൊടുക്കുവാനായി നല്ലൊരു സാരി സെലക്ട് ചെയ്യാമോ മല്ലി പ്ലീസ്, അവൻ അപേക്ഷിക്കുന്ന തരത്തിൽ ചോദിച്ചു. ആദ്യം വിസമ്മതിച്ചെങ്കിലും റാമിന്റെ നിർബന്ധപ്രകാരം കാണാൻ ഭംഗിയുള്ള ഒരു സാരി കൂടി മല്ലി തിരഞ്ഞെടുത്തു. ആ സെക്ഷനിൽ സാരി വാങ്ങാൻ നിന്നിരുന്ന പല സ്ത്രീകളും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും റാമിനെയും മല്ലിയും നോക്കി അടക്കിപ്പിടിച്ച് ചിരിച്ചു. മല്ലി താൻ ഒന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് റാമിനരികിൽ തന്നെ മറപറ്റി നിന്നു. ഷർട്ടിന്റെ ബില്ലിയുടെ ബാക്കി പണം തനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് റാം തന്റെ ഡെബിറ്റ് കാർഡ് വഴി ബില്ലടച്ചു. ഒടുവിൽ ആ കടയിൽ നിന്നും വെളിയിലേക്ക് വന്നതും മല്ലിക്ക് വല്ലാത്ത സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ അനുഭവപ്പെട്ടു. നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ, അവൻ കൗതുകത്തോടെ ചോദിച്ചു. ഇനിയും നിനക്ക് നാണംകെട്ട് മതിയായില്ലേ, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. എന്ത് നാണക്കേട്? എനിക്ക് പ്രോബ്ലമില്ല, നിനക്കും പ്രോബ്ലമില്ല, പിന്നെ ഇവിടെ ആർക്കാണ് പ്രോബ്ലം? അതിന് മല്ലി മറുപടി ഒന്നും പറഞ്ഞില്ല. അധികം തിരക്കില്ലാത്ത ഒരു പ്രായമായ ആൾ നടത്തുന്ന കടയിലേക്ക് റാം മല്ലിയെയും കൂട്ടിപ്പോയി. 2 ലസ്സി ഓർഡർ ചെയ്ത ശേഷം ഇരുവരും ഒരു ടേബിളിന് ഇരുവശത്തുമായി ഇരുന്നു. ഞാൻ കോളേജിൽ ചെയ്ത ഒരു വർക്ക് നിന്നെ കാണിച്ചോട്ടെ, റാം ചോദിച്ചു. എന്ത് വർക്ക്? ഞാൻ സിനിമയാണ് പഠിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് ചെയ്ത വർക്കാ, ഒന്ന് കണ്ടു നോക്ക്. അത് പറഞ്ഞിട്ട് റാം തന്റെ മൊബൈലിൽ അവൻ സൗമ്യയെ വെച്ച് ചെയ്ത വീഡിയോ അവർക്ക് പ്ലേ ചെയ്തു കൊടുത്തു. വീഡിയോയിൽ ദിവസവും വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടിയെ എന്നും പിന്തുടരുന്ന പയ്യനായി വെട്രി അഭിനയിച്ചിരുന്നു. സ്റ്റേഷന്റെ മേൽപ്പാലം ഇറങ്ങി വരുമ്പോൾ പടികളിലിരിക്കുന്ന 4ഓളം ഭിക്ഷക്കാർക്ക് ഓരോ പൊതി ഭക്ഷണം കൊടുത്ത ശേഷമാണ് ആ പെൺകുട്ടി ദിവസവും ഇറങ്ങി വരാറുള്ളത്. ഒരു നാൾ പിന്തുടരുന്ന അവനോട് അവൾ ആ സത്യം വെളിപ്പെടുത്തി. താനൊരു അറുവാണിയാണെന്നും ട്രെയിനിൽ ആളുകളുടെ മുന്നിൽ കൈനീട്ടുന്നതാണ് തന്റെ തൊഴിലെന്നും അവൾ അവനോട് പറഞ്ഞു. പിറ്റേന്ന് നായകന് അല്പം പോലും മാറ്റമുണ്ടാവാതെ ദിവസവും അവളെ കാത്തു നിൽക്കുന്ന അതേ ഇടത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ അവൾ ഞെട്ടുന്നു. താൻ സ്നേഹിച്ചത് നിന്റെ മനസ്സിനെയാണെന്നും അവൾക്ക് സമ്മതമാണെങ്കിൽ അവളെ സ്വീകരിക്കാൻ താൻ ഒരുക്കമാണെന്നും നായകൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുകയും അവന്റെ ഇഷ്ടത്തിന് സമ്മതം മൂളുകയും ചെയ്യുന്നു. 2 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോ കണ്ടു കഴിഞ്ഞതും മല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു. എങ്ങനെയുണ്ട്? നാളെ കോളേജിൽ കാണിക്കാനുള്ളതാ. ഇതിന് നിനക്കാ നന്ദി പറയേണ്ടത്. ഈ ഒരു ത്രെഡ് തോന്നാൻ കാരണം നീ ഒന്ന് എന്നെ പിന്തുടർന്നു വന്ന ആ ഒറ്റ ദിവസം കൊണ്ട് മാത്രമാണ്, റാം ആവേശത്തോടെ പറഞ്ഞു. മല്ലി ഒന്ന് ചെറുതായി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോഴേക്കും സമയം 7:30 കഴിഞ്ഞിരുന്നു. അതുവരെയും അവനെ കാണാതിരുന്നതിനാൽ ബിനീഷ് റാമിന്റെ ഫോണിലേക്ക് വിളിച്ചു. വരാൻ അല്പം താമസിക്കുമെന്ന് പറഞ്ഞ ശേഷം അവൻ കോൾ കട്ടാക്കി. ലസ്സി കുടിച്ച ശേഷം മല്ലിയും റാമും ചേർന്ന് തിരികെ മാമ്പളം സ്റ്റേഷനിലേക്ക് നടന്നു. ഇത് നിനക്കാണ്. നടത്തത്തിനിടയിൽ കയ്യിലിരുന്ന കവറുകളിൽ സാരിയിരുന്ന കവർ മല്ലിക്ക് കൊടുത്തുകൊണ്ട് റാം പറഞ്ഞു. നിന്റെ കൂട്ടുകാരിക്കെന്നല്ലേ നീ പറഞ്ഞത്? മല്ലി അത് വാങ്ങാൻ കൂട്ടാക്കാതെ ചോദിച്ചു. നീ ഇപ്പോൾ എന്റെ കൂട്ടുകാരിയാണല്ലോ, അതും എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ത്രെഡ് തന്ന കൂട്ടുകാരി. ആ കടയിൽ വെച്ച് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്നറിയാം, അതാ ഞാൻ കള്ളം പറഞ്ഞത്, സോറി. അവൻ വീണ്ടും അഭ്യർത്ഥിക്കുന്ന തരത്തിൽ നിർബന്ധിച്ചപ്പോൾ അവൾ ആ കവർ വാങ്ങി പിടിച്ചു. ശേഷം ഒന്നും മിണ്ടാതെ അവനോടൊപ്പം പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. എന്താ എന്നെ കണ്ടാൽ ഉപദ്രവിക്കാൻ തോന്നുമെന്ന് പറഞ്ഞത്? പ്ലാറ്റ്ഫോമിന് ട്രെയിൻ കാത്തിരിക്കുമ്പോൾ റാം ചോദിച്ചു. അത് കേട്ട് മല്ലി അവനെ നെറ്റി ചുളിച്ചു നോക്കി. തമിഴ് അറിയില്ല എന്ന് പറഞ്ഞിട്ട്? അപ്പോൾ അതും കള്ളമായിരുന്നോ? എനിക്കല്ലേ തമിഴ് അറിയാതുള്ളൂ. ആദ്യം ഞാൻ ചോദിച്ചത് പറ. അവന്റെ ചോദ്യം കേട്ട് ഒരു നിമിഷം അവൾ നിശബ്ദയായിരുന്നു. എന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. നീ കാണിച്ച ആ വീഡിയോയിലെ പോലെ ഒരാൾ എന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു, ഒരു താടിക്കാരൻ. കണ്ടാൽ നിന്നെപ്പോലെ തന്നെ ഇരിക്കും. അവൾ അവന്റെ മുഖത്തെ ഓരോ ഭാഗത്തേക്കും നോക്കി നിർവികാരതയോടെ പറഞ്ഞു. എന്നിട്ടോ? റാം ആകാംക്ഷയോടെ ചോദിച്ചു. എന്നിട്ടെന്താവൻ ഉപേക്ഷിച്ചിട്ടങ്ങ് പോയി, മനസ്സ് തകർന്ന ഒരാളെ പോലെ അവൾ പറഞ്ഞു. ആ നിമിഷത്തിൽ അവൾ എന്തൊക്കെയോ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണെന്ന് റാമിന് തോന്നി. അവൻ എന്തിനാണ് നിന്നെ ഉപേക്ഷിച്ചത്? റാം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ഒരു നിമിഷം തന്റെ കഴിഞ്ഞുപോയ കാലത്തിന്റെ കഥകൾ അപ്പോൾ മാത്രം പരിചയപ്പെട്ട അവന് മുന്നിൽ തുറന്നു കൊടുക്കണോ എന്ന് അവൾ സംശയിച്ചു. എന്നോട് ദേഷ്യമാണെങ്കിൽ പറയണ്ട. അവളുടെ മുഖത്തെ സംശയഭാവം കണ്ടപ്പോൾ അവൻ പറഞ്ഞു. നിന്നോട് എനിക്കിപ്പോൾ ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിന്നെപ്പോലെ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തല്ലേ മല്ലി, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറയാം. അത് പറഞ്ഞിട്ട് അവളെ നിന്നും അവൻ മുഖം തിരിച്ചു പിടിച്ചു. ഒന്നും ദീർഘനിശ്വാസം എടുത്ത ശേഷം ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നതുപോലെ അവൾ പറഞ്ഞു തുടങ്ങി. ഞാൻ അവനെ ഒരുപാട് വിശ്വസിച്ച് അവനോടൊപ്പം ജീവിക്കുവാൻ പോയി. പിന്നീട് അവനായിരുന്നു എൻ്റെ ലോകം. ഒരു ഭാര്യയെപ്പോലെ ഞാൻ അവനെ നോക്കി, അവന്റെ തുണികൾ കഴുകി, അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി, കിടക്കയിൽ അവനെ സന്തോഷിപ്പിക്കുവാൻ ഇഷ്ടമില്ലാതിരുന്നിട്ടും പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ദിവസവും അവൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാനായി പഠിക്കൽ അങ്ങനെ കാത്തിരുന്നു. അവൻ്റെ ഒപ്പം താമസം തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മുതൽ അവൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ അവനില്ലാത്ത സമയങ്ങളിൽ ഇടയ്ക്കിടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് മദ്യപിക്കുമായിരുന്നു. പതിയെ അവർ എൻ്റെ ശരീരത്തെ തൊടാനും പിടിക്കാനും ഒക്കെ വരാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ മുറിക്കുള്ളിൽ കയറി കഥ കടയ്ക്കും. അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവനെയും അവൻ്റെ കൂട്ടുകാരെയും തമ്മിൽ തെറ്റിക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ അതെല്ലാം സഹിച്ചു. അവൻ്റെ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളിൽ അവനെ സഹായിച്ചതും ഒപ്പം നിന്നതുമൊക്കെ അവരാണെന്ന് അവനൊരിക്കൽ പറഞ്ഞിരുന്നു. എന്നെപ്പോലെ ഒരാളെ അവൻ സ്വീകരിക്കുമ്പോൾ ഞാനും അവൻ്റെ മറ്റുള്ള ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാതെ നോക്കണമല്ലോ.
അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ എന്നെ വിളിച്ചു പറഞ്ഞു അവന് ജോലിയിൽ പ്രൊമോഷനായെന്നും അതിന്റെ ഭാഗമായി അന്ന് വീട്ടിൽ ചെറിയ പാർട്ടി ഉണ്ടെന്നും. ഞാൻ പാർട്ടിക്കുള്ള ഭക്ഷണവും മറ്റും ഉണ്ടാക്കി വെച്ച് അവർക്കായി കാത്തിരുന്നു. അന്ന് വൈകിട്ട് എനിക്ക് പരിചയമില്ലാത്ത കുറെ പേർ മദ്യമൊക്കെയായി അവനോടൊപ്പം വീട്ടിലേക്ക് വന്നു. അവനെയും ചേർത്ത് 7 പേരുണ്ടായിരുന്നു. അവരുടെ പാർട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഭക്ഷണമെല്ലാം എടുത്തു വച്ച ശേഷം മുറിയിൽ പോയിരുന്നു. പക്ഷേ രാത്രി നേരത്ത് അവന്റെ 2 കൂട്ടുകാർ ആദ്യം എന്റെ മുറിയിലേക്ക് കടന്നു വന്നു. ശേഷം എന്നെ ബലമായി ഹാളിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. ഹാളിലെ ലൈറ്റ് ഓഫായിരുന്നു. പക്ഷേ എനിക്കായി അവിടെ ബാക്കിയുള്ളവരും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ 6 പേരും ചേർന്ന് എന്നെ ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം ചെയ്തു. അവരൊക്കെ എന്നെ അങ്ങനെ ചെയ്തതിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. പക്ഷേ വേദന സഹിക്കാനാവാതെ അവന്റെ പേര് വിളിച്ച് ഞാൻ അലറിയപ്പോൾ എന്റെ വാ പൊത്തിപ്പിടിച്ചത് അവനാണ്. ഏത് ഇരുട്ടിലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഗന്ധം തിരിച്ചറിയാൻ സാധിക്കുമല്ലോ. എന്റെ വാ പൊത്തിയത് പോരാത്തതിന് വേദന കൊണ്ട് പൊളയുന്ന എന്റെ നെറ്റിയിൽ അവൻ ഇടയ്ക്കിടെ മുത്തം തന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് അവൻ എന്നെ സ്നേഹിക്കുകയായിരുന്നുവോ ദ്രോഹിക്കുകയായിരുന്നുവോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. പിറ്റേന്ന് കത്തിപ്പാറ പാലത്തിന് താഴെയുള്ള തെരുവിൽ കിടന്നിരുന്ന് എന്നെ എടുത്തുകൊണ്ടുപോയി ശുശ്രൂഷിച്ചതൊക്കെ എനിക്കൊപ്പം ആ സ്റ്റേഷനിൽ ഇരുന്ന 12 പേരാ. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും കൂടി ആ വീടും തിരിഞ്ഞു പോയിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ അവിടെ നിന്നും താമസം മാറിപ്പോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത് അവന്റെ രൂപമുള്ള നിന്നെയാണ്. അതാണ് ശല്യം ചെയ്യാൻ വീണ്ടും വീണ്ടും നിനക്കരിയിലേക്ക് വന്നത്. പക്ഷേ അന്നത്തെ ഷർട്ടൊക്കെ കീറിയ സംഭവം എന്റെ കൈവിട്ടുപോയി. നീ എന്നെ ഉപദ്രവിച്ചപ്പോൾ അവൻ കൂട്ടുകാർക്ക് എന്നെ പിടിച്ചു വെച്ചു കൊടുത്ത ആ ദിവസം വീണ്ടും എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പിന്നെ പോലീസിന്റെ ലാത്തിക്കടി കിട്ടിയപ്പോഴാണ് ഞാൻ നോർമലായത്. അല്ലെങ്കിലും പോലീസുകാർക്ക് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ഒരു ഹരമാണ്. തരം കിട്ടുമ്പോഴൊക്കെ അവരത് ചെയ്യാറുമുണ്ട്. ഞാൻ സ്നേഹിച്ചവനെ കൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു ഗുണമുണ്ടായി. ചില രാത്രികളിൽ ഇവിടുത്തെ ലോക്കൽ പോലീസുകാർക്ക് കാമം നോക്കുമ്പോൾ പാലത്തിനടിയിൽ താമസിക്കുന്ന ഞങ്ങളിലെ സുന്ദരിമാർ തിരിഞ്ഞു വരാറുണ്ട്. മിക്കപ്പോഴും അവരുടെ വേട്ടമൃഗം ഞാനാണ്. അവന്മാർ കൊണ്ടുപോയാൽ പിന്നെ 3-4 ദിവസത്തേക്ക് നടക്കാൻ പോലും പറ്റില്ല. ശരീരം മൊത്തം ബെൽറ്റിനടിച്ച പാടും ചിലയിടത്ത് സിഗരറ്റ് വെച്ച് പൊള്ളിച്ച മുറിവുകളൊക്കെ ഉണ്ടാകും. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചവൻ അതിനും വലിയൊരു അനുഭവം എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് പോലീസുകാർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു അംശമായി പോലും എനിക്കതിനെ തോന്നാറില്ല. മല്ലിയത് പറഞ്ഞു നിർത്തിയപ്പോൾ അവർക്ക് ഗിണ്ടിയിലേക്ക് പോകാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നെത്തിയിരുന്നു.